والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാനിലെ രണ്ടാമത്തെ 10 നമ്മിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. ചില മണിക്കൂറുകൾ മാത്രമാണ് നമ്മിൽ ബാക്കിയുള്ളത്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിൽ നല്ലതുപോലെ അല്ലാഹുവിനെ ഭയപ്പെട്ട് ഇബാദത്തുകളൊക്കെ ചെയ്ത് നോമ്പുകളൊക്കെ നന്നായി അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതനുഷ്ഠിക്കാനുള്ള മനസ്സോടെ അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അവൻ ഇഷ്ടപ്പെട്ട രീതിയിലാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് ആളുകൾ ഈ പരിശുദ്ധമായ റമദാനിൽ തന്നെ നമ്മുടെ പള്ളിയിലേക്കും മറ്റു പള്ളികളിലേക്കും ഒരുപാട് പാവപ്പെട്ട ആളുകൾ പോകുകയും അവരൊക്കെ പോകുന്നത് അവിടെ ഓരോ വിഷമങ്ങൾ നാം കേട്ടുകഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, കോടിക്കണക്കിന് പണം കടമുള്ള ആളുകൾ പോലും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നാമായിട്ട് കടമുണ്ടാക്കിയതല്ല, അല്ലാഹു തആല നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് നമുക്ക് കടം തരുന്നു, മറ്റുള്ള ഭാഗത്ത് മറ്റു പരീക്ഷണങ്ങൾ തരുന്നു. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ അല്ലാഹു തആല പരീക്ഷിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനമാണ്. അതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ഈ ഒരു ദിക്ർ നാം ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു തആല എളുപ്പത്തിൽ വീട്ടിത്തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം, ചിലപ്പോ ഒരു കടയിൽ പറ്റുണ്ടായി ആ പണം കൊടുക്കാൻ പറ്റാത്ത അവസാനം ആ കടയിലേക്ക് പോയി പച്ചക്കറികളും മറ്റു സാമഗ്രികളും വാങ്ങുമ്പോൾ ആ കടക്കാർക്ക് അദ്ദേഹം കൊടുക്കാത്ത ആ ക്യാഷിന്റെ കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ വഷളാക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്ന ഒരു വിഷയം നാം പലപ്പോഴായും കാണാറുണ്ട്. അതുകൊണ്ട് എൻ്റെ സത്യവിശ്വാസികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം കടം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്കറിയാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടില്ലേ, ഒരു മനുഷ്യന്റെ കടം ആ ഇടപാട് തീർക്കുന്നിടത്തോളം കാലം അല്ലാഹു തആല അവന് ഖബറിൽ വലിയ ശിക്ഷകൾ നൽകുകയാണ്. ഖബറിൽ എന്നല്ല, മഹ്ശറയിൽ എന്നല്ല, വരുന്ന കാലയളവിലൊക്കെ ഖബറിലായാലും മഹ്ശറയിലായാലും മറ്റു എവിടെയായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കടം വീടി തീർക്കുന്നത് വരെ അവനെ ശിക്ഷിച്ചു കൊണ്ടേയിരിക്കും. നമുക്കറിയാം, ഒരു മയ്യിത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വെച്ചു. അവിടുത്തെ ഉസ്താദ് എഴുന്നേറ്റു ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഈ മയ്യത്തിനിക്ക് വല്ല അക്കടപാടുകളും ഉണ്ടെങ്കിൽ ആ മയ്യത്ത് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ട് ഇടപാട് പെട്ടെന്ന് തീർക്കണമെന്ന് പള്ളിയിലെ ഖതീബ് ഓർമ്മപ്പെടുത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുന്നത്, കടത്തിൽ നിന്ന് രക്ഷപ്പെടണം. കടമില്ലാതെ നാം അല്ലാഹുവിൻ്റെ ആ ഒരു വിളിക്ക് നാം ഉത്തരം നൽകണം. അഥവാ ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നമ്മുടെ റൂഹങ്ങ് പിടിക്കുമ്പോൾ നമുക്ക് ഒരു ഇടപാടുമില്ലാത്ത നിലക്ക് പുഞ്ചിരിച്ച് സന്തോഷിച്ച് മുഖം ലംഘി മരിക്കാൻ നമുക്ക് തൗഫീഖ് കിട്ടണം. അതിനുവേണ്ടി ദുനിയാവിലെ എല്ലാ സാമ്പത്തികമായ ഇടപാടുകൾ, കടങ്ങൾ, ഇതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ കിട്ടണം. അതിനുവേണ്ടി ഇവരൊറ്റ കാര്യം നാം ചെയ്താൽ മതി, അല്ലാഹു തആല നമുക്ക് രക്ഷ നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല.
ഏതാണെന്നറിയോ ആ ദിക്ർ? ഈ ദിക്ർ പലപ്പോഴായും നാം ജീവിതത്തിൽ കൊണ്ടുവരണം. 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷവും അല്ലാത്ത സമയങ്ങളിലും ഈ ദിക്ർ നാം പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കടം പോലും ബാക്കിയാവുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളൊക്കെ വീടാനുള്ള ഒരു എളുപ്പ വഴി അല്ലാഹു തആല തുറന്നു തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഈ ദിക്ർ പതിവാക്കിയാൽ നിങ്ങളുടെ കടങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് രക്ഷ നൽകും. ഏതാണ് ദിക്ർ എന്നറിയുമോ? اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك. اللهم اكفني بحلالك عن حرامك وأغنني بفضلك عمن سواك എന്ന ഈ ദിക്ർ ദിനേന നാം ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ കടങ്ങൾ ഉണ്ടാവുകയില്ല, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുകയില്ല. പലർക്കും പ്രശ്നങ്ങൾ വരുന്നത്, പ്രയാസങ്ങൾ വരുന്നത് ഈ കടത്തിലൂടെയാണ്. ആ കടത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് സാന്ദർഭികമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ ഗുണകരമായി സാക്ഷി നിൽക്കുന്ന യഥാർത്ഥ മുഅ്മിനീകളിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട സകല മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും നമ്മുടെ ഈ ചാനലുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ നീ ഗുണകരമായി സാക്ഷി നിൽക്കുന്ന റമളാനാക്കി കബൂലാക്കണേ റഹ്മാനെ. പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ ആരെയും നീ പെടുത്തല്ല റഹ്മാനെ. ഈ റമളാനിൽ ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ നമുക്ക് ധാരാളം ആളുകൾക്ക് നീ മഗ്ഫിറത്ത് ചെയ്യുന്ന സമയം ആ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും നീ പെടുത്തണേ റഹ്മാനെ. റഹ്മത്തിന്റെ പത്തിൽ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ചവരിൽ ഞങ്ങളെയും നീ പെടുത്തണേ റഹ്മാനെ. നമ്മിലേക്ക് കടന്നു വരുന്നത് നരകമോചനത്തിന്റെ പത്താണ്. കോടിക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് തൊക്കെ ചെല്ലുന്ന സമയം ആ വിഭാഗങ്ങളിലും ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഈ കടക്കാര് തന്നെ കടം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന, പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ജോലിയില്ലാത്തവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസ ലോകത്ത് കഴിയുന്ന പാവങ്ങളായ പ്രവാസികളുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. എല്ലാവിധ ആഫാത്ത്, മുസീബത്ത്, ബലാ, ഇടങ്ങേറുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈ ചാനലുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. വാക്കുകൾക്ക് വിട. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.